So, hi all, welcome to Handcrafty as always. So, ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ്. വേറൊന്നുമില്ല, ഗോയിങ് ഔട്ട് വിത്ത് ഫാമിലി ഫോർ എ ഡിന്നർ. അപ്പോൾ പോകുന്ന സ്ഥലം കുറച്ച് സ്പെഷ്യലാണ്. ട്രിവാൻഡ്രത്തെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ ഡൈനിങ് സ്പേസ് ആയ ഭൂമിയിലാണ്. ഇപ്പം ഫാമിലി ഒന്നുമില്ല, നമ്മൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് മൈ ഹെയർ പൊടി. ഇപ്പോൾ ശ്രദ്ധിച്ചത് നല്ല കേൾസ് ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് ഈ നേരത്തെ, അതായത് ഗോൾഡൻ അവേഴ്സിലുള്ള സൺലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് രണ്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്ത് മിക്കവാറും നാളെ തന്നെ വന്ന് പോസ്റ്റ് ചെയ്യും. ബിക്കോസ് നാളെ അടുത്തൊരു വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട്. സോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. 2026 ഫസ്റ്റ് എടുക്കുന്ന വീഡിയോ ഇതാണ്. പോസ്റ്റ് ചെയ്യുന്നത് കുറേയൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഞാൻ 2025 എടുത്തതായിരിക്കും. സോ അഗെയിൻ വൺസ് അഗെയിൻ വെൽക്കം ടു ഹാൻഡ്ക്രാഫ്റ്റി. And there we are. അങ്ങനെ നമ്മൾ 5 പേരും കാറിലാണ് പോയത്. ചേച്ചി വന്നിട്ട് സ്കൂട്ടിയിൽ നേരിട്ടെന്നുള്ളതെന്ന് പറഞ്ഞു. ആൻഡ് ഈ ഭൂമി വന്നിട്ട് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഇഞ്ചക്കലാണ്. ഇഞ്ചക്കൽ ബൈപ്പാസിനടുത്ത് തന്നെയാണ്. സോ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻട്രൻസ് ഭയങ്കര രസമാണ്. ഞാൻ പാസ് ചെയ്ത് പോകുമ്പോഴൊക്കെ എപ്പോൾ വരാൻ പറ്റും പ്ലാനിങ് ആയിരുന്നു. 2025 വരണമായിരുന്നു, പക്ഷെ നടന്നില്ല. ജസ്റ്റ് ന്യൂ ഇയർ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ വരാൻ പറ്റി. ആൻഡ് ദിസ് മൈ സിസ്റ്റർ, സെക്കൻഡ് സിസ്റ്റർ. ആൻഡ് ഈ ഒരു സ്പേസിൽ തന്നെ ഭയങ്കര നല്ല ഫുൾ ചെടികളാണ് ആക്ച്വലി കവേർഡ് ആയിട്ടുള്ളത്. ആൻഡ് അമ്മയും അച്ഛനും ഒക്കെ നിന്ന് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു. നമ്മളും കുറേ ഫോട്ടോസ് എടുത്തു. ഇവിടെ അച്ഛൻ അമ്മയുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. ഞാൻ റെയറായിട്ട് കാണുന്ന ഒരു കാര്യമാണ് അങ്ങനത്തേക്കുള്ളത്. സോ ഐ ഫെൽ ഹാപ്പി. അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് വെച്ചതുണ്ട്. അച്ഛൻ അമ്മയുടെ സൈഡ് ഹാൻഡിലേക്ക് എടുക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. കുറച്ച് ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇടയിൽ അമ്മയ്ക്ക് വന്നിട്ട് അവിടുത്തെ ചെടികൾ ഓരോന്നൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സ്പേസ് കംപ്ലീറ്റ്ലി വരുമ്പോഴത്തേക്ക് ഭൂമിയിൽ നിന്നും പേര് പോലെ തന്നെ ഒരു നേച്ചറായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് അവർ എൻ്റെ ഒരു കോൺസെപ്റ്റ് വർക്കൗട്ട് ചെയ്തിരുന്നത്. വെള്ളം ഉണ്ട്, അതുപോലെ തന്നെ സൺലൈറ്റ്, അതുപോലെ തന്നെ ലൈക്ക് എർത്തി ഫീച്ചേഴ്സ് ഉണ്ട്, പിന്നെ ഫുൾ മരങ്ങളും. അങ്ങനെ നമുക്ക് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഡൈനിങ് സ്പേസ് ഉണ്ട്. ഔട്ട്ഡോർ വന്നിട്ടാണെങ്കിൽ എനിക്ക് 6 വരെ കപ്പാസിറ്റി ഉള്ള സ്പേസസ് ഉണ്ട്. ലൈക്ക് 2 സീറ്റേഴ്സ് തൊട്ട് 6 സീറ്റേഴ്സ് വരെ അവൈലബിൾ ആണ്. അപ്പം ഈവനിങ് ആണ് ഞാൻ ഈ ഷോട്ട് എടുത്തേക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ലൈറ്റ് ഭയങ്കര കുറവാണ്, പക്ഷെ എന്നാൽ ആംബിയൻ ലൈറ്റിംഗ് ആണ് ചെയ്തത്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ഫോട്ടോസ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് വി വർ ബിസി ടോക്കിങ്. ആൻഡ് ആ ഒരു ടൈമിൽ വീഡിയോ എടുക്കണ ഒരു മോഡോ അല്ലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഐ എം നോട്ട് ദാറ്റ് സാറ്റിസ്ഫൈഡ്. ലൈക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ പോകുന്ന ഒരു സജഷൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. ബട്ട് ആംബിയൻസ് ഇസ് റിയലി ഗുഡ്. ഒരു ടൈമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് ഒരു 5 o'clock 5:30 ആ ടൈമിലൊക്കെ വന്നാൽ കറക്റ്റ് ഗോൾഡൻ അവറിലത്തെ ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഒന്നും കൂടെ വരണമെന്നുണ്ട്. അല്ലാണ്ട് ഫുഡിന് ഞാൻ സജസ്റ്റ് ചെയ്തു, ബിക്കോസ് എനിക്ക് കൂടുതൽ വെജ് ഫുഡാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നോൺ വെജ് എന്തോ എനിക്ക് അത്ര അങ്ങ് ഇഷ്ടമായിട്ടില്ല. പക്ഷേ ദ ആംബിയൻസ് ഇസ് റിയലി ഗുഡ്. പിന്നെ ഭയങ്കര ഫോട്ടോജനിക്കാണ്, കുറേ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു, ബട്ട് സ്റ്റിൽ കുറവാണെന്ന് തോന്നുന്നു. ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് ലൈക്ക് എടുത്ത ഫോട്ടോസൊക്കെ കുറഞ്ഞു പോയി എന്ന് തോന്നിച്ചത്. ബിക്കോസ് എൻ്റെ അച്ഛൻ വന്നിട്ട് ഭയങ്കര ഹറിബറിയാണ്. അപ്പോൾ ആൾ ഇറങ്ങിപ്പോയി. നമ്മൾ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടൊന്ന് നേരത്തെ തന്നെ ഇറങ്ങിപ്പോയി. And that's it for the video. Thank you for watching Handcrafty. Like, subscribe. Thank you.